അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ കലിമ ചാനലിലൂടെ വന്നത് ഒരു സംഭവം പറയാനാണ്. രണ്ട് പെൺകുട്ടികളുടെ സംഭവം. രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ആദിലയും നൂറയും ആണെന്ന് കരുതരുത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പെൺകുട്ടികളാണത്. ഏറ്റവും മോശമായ രണ്ട് പെൺകുട്ടികൾ, അല്ലെങ്കിൽ പറയാം ചരിത്രത്തിന് ശാപമായ രണ്ട് പെൺകുട്ടികൾ എന്ന് പറയാം. രണ്ട് മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ. അത് പോട്ടെ, അത് വേണ്ട. ഇവിടെ നല്ലവരായ രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് പറയുന്നത്, സംഭവമാണ് പറയുന്നത്. നസീമയും ആദിലയും, നസീമയും ആബിദയും. ആബിദ, നസീമ. നസീമയും ആബിദയും വളരെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ അതില് നസീമ പെട്ടെന്ന് മരിക്കുകയാണ്. മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടുക എന്നറിയില്ലല്ലോ. മരണത്തിന് കാരണങ്ങൾ മരണം തന്നെ ഉണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചില സമയത്ത് അതതിന്റെ സമയമായാൽ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളോട് അല്ലാഹു തആല എപ്പോഴും എല്ലാ ആപത്തുകളെ തൊട്ടും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. നമ്മളിത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് പഠിച്ചു ചെയ്യണം എന്ന് മാത്രം. ഏതായാലും നസീമയും ആബിദയും നല്ല സുഹൃത്തുക്കളാ. നസീമക്ക് പെട്ടെന്നൊരു ദിവസം പനി പിടിപെടുകയാണ്. പനി പിടിച്ച് എന്നല്ല, നസീമ വല്ലാതെ അവശയാവുകയും ചെയ്തു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു. നസീമയും ആബിദയും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നല്ല ഇടപാടുകളൊക്കെ നടത്താറുണ്ട്. കടം വാങ്ങലും കൊടുക്കലും ഒക്കെ ഉണ്ട്. ഒരു ദിവസം നസീമ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയുമാണ് ഉണ്ടായത്. ആബിദക്കാണെങ്കിൽ നസീമ കുറച്ച് കാശ് കൊടുക്കാനൊക്കെ ഉണ്ട്. അത് ആബിദ ആരോടും പറഞ്ഞിട്ടില്ല, നസീമയും പറഞ്ഞിട്ടില്ല. കടം ബാക്കി വെച്ച് മരിച്ചു പോകാൻ പാടില്ലല്ലോ. നസീമാക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. അല്ല, നസീമാക്കും ഉണ്ട്, ആബിദാക്കും ഉണ്ട് അങ്ങനെ ഒരു പേടി. അപ്പൊ ആബിദ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, നസീമ മരിച്ചപ്പോ പടച്ചോനെ അവള് കടം ബാക്കി വെച്ചാണ് പോയത്, ആ കടം ഞാനങ്ങ് പൊരുത്തപ്പെട്ടാ മതി. ഞാനങ്ങ് പൊരുത്തപ്പെട്ടാ മതി. എന്റെ മോളെ, നസീമയുടെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട്, എന്റെ മോളെ, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു, എല്ലതും നമ്മൾ തമ്മിലുള്ള എല്ലാതും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അവള് ആ മയ്യത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞു. പക്ഷെ എന്നാലും കടമല്ലേ. അങ്ങനെ ഒരു ദിവസം മൂന്നൊക്കെ ഉണ്ടാവുമല്ലോ, മൂന്നിന്റെ ദിവസം നസീമ മറ്റൊരു ആശയക്കാരിയാണ്. അവള് സുന്നിയല്ല. അവള് നസീമയല്ല, ആബിദ. നസീമയുടെ വിശ്വാസങ്ങളൊന്നും ആബിദക്കില്ല. എന്നാൽ അവര് സുഹൃത്തുക്കളാണ് എന്ന് മാത്രം. വിശ്വാസങ്ങളില് ആബിദ പുതിയ പ്രസ്ഥാനങ്ങളാണ്, പുതിയ വിശ്വാസങ്ങളാണ്. എന്ന് വെച്ചാല് മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കിട്ടൂല, ഒന്നും കേൾക്കൂല, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ന്യൂജനില് പെട്ട കുട്ടിയാണ് അവള്. നസീമ മരിക്കുകയും ചെയ്തു. മൂന്ന് ദിവസം കഴിഞ്ഞു. നസീമയുടെ മൂന്നിനൊക്കെ അവൾ വന്നു. കാരണം പറഞ്ഞതല്ലേ, ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കണല്ലോ. അവൾ വന്നു, ഇങ്ങൊക്കെ ആയിട്ട് നിന്നു, ദ്വായും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആബിദ പോകുമ്പോൾ നസീമയുടെ ഉമ്മയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, മോളെ, എന്റെ മോൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഉടനെ തന്നെ ആബിദ പറഞ്ഞു, ഉമ്മ, നസീമ നല്ല ഇബാദത്തെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവള് ജീവിതകാലത്ത് നല്ല നിസ്കരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓതിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവള് ചെയ്തത് ഉണ്ടാകും. അവള് ചെയ്തത് അവൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ചെയ്താൽ അവൾക്ക് കിട്ടുകയില്ല. ഞാൻ അതിയെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് കിട്ടൂല. അങ്ങനെയാണ് എന്റെ വിശ്വാസം. ഞാൻ എന്റെ പഠനത്തിലൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ച മദ്രസകളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മ ചെയ്തോളി, അവൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് നസീമ അങ്ങനെ പോയി. ആബിദ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ ആബിദ ഉറങ്ങി, സന്തോഷമായിട്ട് തന്നെ ഉറങ്ങി. ആ ഉറക്കില് ഒരു സ്വപ്നം കാണുകയാണ്. നസീമ തന്റെ അരികിൽ വന്നു, നല്ല സുന്ദരിയായിട്ട്, ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ സുന്ദരിയായിട്ട്. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ കാണുമ്പോ മരിച്ചതാണോ ജീവിച്ചാണോ ഒന്നും അറിയില്ലല്ലോ. സാധാരണ കൂട്ടുകാരികളുടെ മാതിരി ഇങ്ങനെ
അങ്ങനെ നസീമ ആബിദനോട് പറയാ, ആബിദ, നിനക്ക് തരാനുള്ള കാശുണ്ടല്ലോ, അത് ഞാന് എന്റെ തലക്കാണിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് ആർക്കും അറിയില്ല. അത് തലയാണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിടുമെങ്കിലും അതറിയില്ല. തലക്കാണിയുടെ ഒരു ഭാഗം കീറിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത്രമാത്രം. അങ്ങനെ ആ സ്വപ്നം അവിടെ കഴിയുകയും പിറ്റേന്ന് നേരം പുലരുകയും ചെയ്തു. ആബിദയുടെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ടു. ഇത് എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം? വീണ്ടും അവൾ സാരില്ല എന്ന് പറഞ്ഞ് അവള് മറക്കാൻ ശ്രമിച്ചു. പക്ഷേ മറക്കുന്നില്ല. വീണ്ടും 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 അതിങ്ങനെ മനസ്സിലേക്ക് കുത്തിവരിക. ഉടനെ തന്നെ ആബിദ പിന്നെ നസീമയുടെ ഉമ്മയെ പോയി കണ്ടു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ നസീമാന്റെ ആ കിടന്നിരുന്ന തലക്കാണയും പായൊക്കെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. തലയണ അവിടെ ഉണ്ട്, പിന്നെ ബെഡിലായിരുന്നു അവൾ കിടന്നിരുന്നത്, പിന്നെ തലയണ ഉണ്ട്. തലയണ ഞങ്ങൾ കത്തിച്ച് കളയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ തലയണ എനിക്കൊന്ന് തരുമോ? അതെന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, എനിക്ക് നസീമാനെ കാണാൻ വല്ലാത്ത ആഗ്രഹം വന്നപ്പോൾ ഞാൻ നസീമാന്റെ തലയണെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു വന്നതാണ്. ആയിക്കോട്ടെ, അതെടുത്തോ എന്ന് പറഞ്ഞു. തലയണ എടുത്ത് അവൾ കീറുകയാണ്. കീറുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു, മോളെ, കത്തിക്കാനുള്ളതാണ് എന്നാലും ചോദിക്കുകയാണ്, എന്താ മോള് കീറുന്നത്? തലയണ കീറുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഉമ്മ, ഞാൻ കാണിച്ചു തരാം, ഇത് കീറിയിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു സംഭവം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവള് വളരെ ആകാംക്ഷയോട് കൂടി അത് കീറി അതിന്റെ ഉള്ളിൽ നിന്നും ഉള്ളിലേക്ക് കൈയിട്ടപ്പോൾ അവളുടെ കയ്യിൽ ആ പൈസ തങ്ങി. അവൾ എണ്ണി നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് തരാനുള്ള പൈസ. ഇത് കണ്ടവള് വിതുമ്പിക്കരഞ്ഞു, പൊട്ടി കരയുകയാണ്. നസീമയുടെ ഉമ്മ, എന്താ മോളെ നീ കരയുന്നത്? ഒന്ന് പറ. ആര് ചോദിച്ചിട്ടും കുട്ടി പറയുന്നില്ലല്ലോ. ഒടുവിൽ അവൾ അവളുടെ ആ കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞങ്ങള് തമ്മിലൊരു ഇടപാടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ അവളെ സ്വപ്നം കാണുകയും എന്നോട് അവൾ പറയുകയും ചെയ്തു, എന്റെ തലയണയുടെ ഉള്ളില് പൈസയുണ്ട്, അത് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തലയണ അന്വേഷിച്ച് വന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി ഉമ്മക്കും കരച്ചിലായി. എല്ലാവരും തേങ്ങിക്കരഞ്ഞു. ആ കണ്ണീര് എല്ലാവരും തീർക്കുന്നതിന് മുമ്പ്, ആ കണ്ണീര് എല്ലാവരും തുടക്കുന്നതിന് മുമ്പ് നസീമ അവിടെ നിന്നും പടിയിറങ്ങി. അവളുടെ വീട്ടിലേക്ക് വന്നു. അവൾ അസ്വസ്ഥതയായിരുന്നു. ഇനി അവൾക്ക് മനസ്സിൽ തോന്നുന്നത്, എന്താണ് ഇനി ഞാൻ നസീമക്ക് വേണ്ടി ചെയ്യാ? അപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചത്. സുന്നികൾ പലതും ചെയ്യാറുണ്ട്, ദിക്റൊക്കെ ചെല്ലാറുണ്ട്. ദിക്ർ ഒന്ന് ചൊല്ലി നോക്കുക, അപ്പൊ അതിനൊരു കണക്കുണ്ടാവുമല്ലോ. ആ കണക്ക് അടുത്ത കൂട്ടുകാരിയോട് ചെന്ന് ചോദിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു കൊടുത്തു, 70,000 ദിക്റാണ് ചെല്ലല് എന്ന് പറഞ്ഞു. ആ കുട്ടി നസീമ, ആബിദ 70,000 ദിക്ർ അവളുടെ പേരിൽ ചൊല്ലി. നസീമയുടെ പേരിൽ ദിക്ർ ചൊല്ലി കഴിഞ്ഞ ദിവസം വീണ്ടും നസീമയെ ആബിദ സ്വപ്നം കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ആബിദ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് നസീം അങ്ങോട്ട് ഓടി വന്നിട്ട് തന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് തുരാ ചുംബിക്കാണ്. യാതൊരു സ്വൈര്യമില്ല അങ്ങനത്തെ ചുംബിക്കല്. അവളാണെന്നുണ്ടെങ്കിൽ ഒരു സുഗന്ധം, വല്ലാത്തൊരു സുഗന്ധവും. ഇങ്ങനെയൊക്കെ അത് സംഭവിച്ചു. ഇത് കണ്ടപ്പോൾ ആബിദക്ക് അത്ഭുതമായി. പടച്ചോനെ, ഇവര് വെറുതെയല്ല ഈ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ നസീമയുടെ ഉമ്മയോട് ചെന്ന് ആബിദ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ നസീമയുടെ ഉമ്മ ഉടനെ തന്നെ ചോദിച്ചു, മോളെ, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലോ, നീ അവൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയാൽ അതിന് ഫലം കൂടുതലായിരിക്കും. കാരണം നീ അവളുടെ ഉറ്റ സുഹൃത്താണല്ലോ, നീ ചെയ്യുന്നതിന് ആത്മാർത്ഥത കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് ദുആ ചെയ്യാൻ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ നീ പറഞ്ഞു, നിന്റെ വിശ്വാസം മറ്റൊന്നായതുകൊണ്ട്, നിന്റെ വിശ്വാസം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നീ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. പക്ഷെ അതേ ഉമ്മ, എനിക്ക് അതുകൊണ്ടായിരിക്കും എന്റെ കൂട്ടുകാരി എനിക്ക് മറ്റൊരു സ്വപ്നം കാണിച്ചു തരികയും അതിനുശേഷം എനിക്ക് മാനസാന്തരം ഉണ്ടാവുകയും ഇപ്പോൾ ആ മാനസാന്തരത്തിന്റെ കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്തപ്പോൾ ആണ് എനിക്ക് അനുഭവമായത്. ഇപ്പോൾ ഞാൻ വിശ്വസിച്ചു ഉമ്മ, നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ ഞാനും വിശ്വസിക്കുന്നു. അള്ളാഹു അവൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മളെയൊക്കെ അള്ളാഹു ഹിദായത്തുള്ളവരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നസീമ വീണ്ടും അവളുടെ വീട്ടിലേക്ക് തന്നെ, സ്വഭവനത്തിലേക്ക് തന്നെ ആബിദ തിരിച്ചുപോയി. അള്ളാഹു താല നമുക്കെല്ലാം
സ്വർഗാവകാശികളാവാനുള്ള ഭാഗ്യം തെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നൊരിക്കൽ പറയാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.